ദൈവസ്വാസ്ഥ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകണം. ദൈവ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ബൈ ദി ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. അതായത് ആദ്യം മനുഷ്യനിൽ ദൈവം തന്റെ ജീവശ്വാസം ഊതിയതുപോലെ ഈ വചനത്തിലും ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം, വലിയ സ്പർശനമുണ്ട്. അത് എന്തിനാണ് നമുക്ക് നൽകിയത്? 4 കാര്യങ്ങൾ കാണുന്ന പൗലോസ്ലീഹയോട് പറഞ്ഞു. ഒന്ന്, നമ്മെ ഉപദേശിക്കാനാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വഴി എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനാണ്. 2, നമ്മെ ശാസിക്കുവാനാണ്. ദൈവികമായ വഴിയിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ ആ സത്യവഴിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ ശാസന നമുക്ക് ആവശ്യമാണ്. അതിനാണ്. 3, നമ്മെ തിരുത്താനാണ്. നാം വഴിതെറ്റി പോകുമ്പോൾ ശരിയായ വഴി ഏതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിനാണ്. 4, നീതിയിലെ അഭ്യാസനത്തിനാണ്. അതായത് നീതിയുടെ വഴിയിൽ നമ്മെ പരിശീലിപ്പിക്കാനാണ്. അപ്പം ആ ഒരു 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൈവവചനം ദൈവം നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിനെ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിരക്ഷര കുക്ഷികളായ സ്ത്രീഹന്മാരെ ആദ്യ നൂറ്റാണ്ടുകളിൽ ജ്ഞാനമുള്ളവരാക്കി തീർത്ത് ദൈവികമായ ബന്ധമെന്തെന്ന് അവരെ വ്യക്തമായി പഠിപ്പിച്ച അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ ഇടയിലും വസിക്കുന്നത്. പക്ഷെ നമ്മൾ ആ പരിശുദ്ധാത്മാവിന് വിധേയമാകുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ ചിന്തിച്ചൊരു ഭാഗമാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. എമൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് നടന്നു. അപ്പൊ അവരവിടെ ഇത് പറയുന്നുണ്ട്. അവന് വഴിയിൽ വെച്ച് ആ ദൈവവചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തുന്ന അനുഭവം നമുക്കുണ്ടായില്ലേ? ആ അനുഭവം നമുക്കുണ്ടാകുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോഴാണ്. ദൈവം അത് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ്, അഥവാ പരിശുദ്ധാത്മാവ് അതിൻ്റെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാൻ അറിവിനേക്കാൾ കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ആഗ്രഹവും വിനയം നിറഞ്ഞ ഹൃദയവുമാണ്. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞു, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ മറിച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തി. നമ്മളെല്ലാവരും ആ അറിവിന്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. എന്നാൽ അത് ആവശ്യമായുള്ളത് ഒരു ശിശുവിന് എന്താണുള്ളത്? നിഷ്കളങ്കമായ ഒരു ഹൃദയവും ആഗ്രഹവുമാണ് അവനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കാണ് ദൈവവചനത്തിന്റെ ആഴം മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും സാധിച്ചത്. ജ്ഞാനികളെന്ന് അഭിമാനിച്ച ശാസ്ത്രി പരീശന്മാരൊക്കെ അവർക്കൊരിക്കലും യേശുവിനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവനെ അവർ വിമർശിച്ചതും കുറ്റപ്പെടുത്തിയതും ക്രൂശിച്ചതും മാത്രമേ ചെയ്തുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി എന്ന വാക്കിന് അർത്ഥം തുടക്കം എന്നാണ്. അതായത് ഈ പുസ്തകത്തിൽ 50 അധ്യായങ്ങളാണുള്ളത്. അതിൽ സൃഷ്ടിയുടെ തുടക്കമുണ്ട്, മനുഷ്യന്റെ തുടക്കമുണ്ട്, മനുഷ്യരുടെ പാപത്തിന്റെ തുടക്കമുണ്ട്, വീണ്ടെടുപ്പിന്റെ തുടക്കമുണ്ട്, അതുപോലെ തന്നെ യെരുശലേമിൻ്റെ തുടക്കമുണ്ട്. ഇങ്ങനെ ധാരാളം തുടക്കങ്ങൾ ഈ 50 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവവചനം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോശയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ആളുകൾ.
ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്നാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ ഒന്നാം വാക്യത്തിൽ തന്നെ മോശെ അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. ആദിയിൽ എന്ന് പറഞ്ഞാൽ കാലമോ വർഷമോ സമയമോ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എപ്പോൾ ഇത് സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. കാരണം ഒരു മനുഷ്യനും ഇതെന്നാ ഭൂമി ഉണ്ടായെന്നോ സൃഷ്ടിക്കപ്പെട്ടെന്നോ ആർക്കും അത് പറയാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ അതറിയൂ. അതുകൊണ്ടാണ് ആദിയിൽ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആ ഒരു വാക്കിൽ അവിടെ തന്നെ വന്നു കഴിഞ്ഞു. രണ്ടാമത്, ഇതിനൊരു ആത്മീയമായ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദിയിൽ ദൈവം, എല്ലാത്തിൻ്റെയും ആ തുടക്കം ദൈവമായിരിക്കണം. നമ്മുടെ എല്ലാ ചിന്തകളുടെയും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും, നമ്മുടെ എല്ലാ ആലോചനകളുടെയും ആ തുടക്കം ദൈവത്തിലായിരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പല തുടക്കങ്ങളും ദൈവത്തിലല്ല എന്നുള്ളതാണ്. രാവിലെ പ്രഭാത പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്. ആ ദിവസം ദൈവത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ദൈവം സൃഷ്ടിച്ചു, രണ്ട് ഉണ്ടാക്കി എന്നൊരു വാക്കുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ നമ്മൾ അവിടെ വായിക്കുന്നു, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ 1:7 വരുമ്പോൾ ആകാശവിധാനത്തെ ഉണ്ടാക്കി. 1:27 വാക്യം വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതിനു മുൻപ് അതിന്റെ 25 വാക്യത്തിൽ ജീവജാലങ്ങളെ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇവ തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുക. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന് പല കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. അത് എങ്ങനെയാണ്? അതിന് പിന്നിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ആ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾ ആയിട്ടുണ്ടാവും. എന്നാണെന്ന് കൃത്യമായിട്ടൊരു ദിവസമോ ഡേറ്റോ ഒന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നമുക്കറിയാം, അത് പരിപൂർണമാണ്, അത് നന്മയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, രൂപരഹിതമായിരുന്നു, അന്ധകാരമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ കയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിതൗട്ട് എനി ഫോം ഓർ വിതൗട്ട് എനി ഓർഡർ, അരക്ഷിതമായ ഒരവസ്ഥ. ദൈവം ഒരിക്കലും അരക്ഷിതയെ ദൈവം സൃഷ്ടിക്കുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഭൂമി സൃഷ്ടിച്ചപ്പോൾ അവിടെ അരക്ഷിതമായിരുന്നു എന്ന് പറയാനുള്ള കാരണം? അന്ധകാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇരുളെന്ന് പറയുന്ന ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അന്ന് ആ അന്ധകാരം അവിടെ എങ്ങനെ ഉണ്ടായി എന്നതിന് നമുക്കറിയാം, പൈശാചികമായ ഒരു ശക്തിയാണല്ലോ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന തേജസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. അതായത് ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ ദൈവത്തോട് മത്സരിച്ച് വീണുപോയി. ആ ഭാഗം നമ്മൾ വായിക്കുന്ന പിന്നീട് മുന്നോട്ട് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവചനം 14-ലും എഗെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലുമാണ് ലൂസിഫറിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ അവസ്ഥയാണ് അന്ധകാരമായി ഇവിടെ പറയുന്നതെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കളങ്കവും അന്ധകാരം നിറഞ്ഞതുമായ ശൂന്യവുമായ ഒരു ഭൂമിയിലെ ദൈവിക തേജസ് ഒട്ടുമില്ലാതിരുന്ന സ്ഥലത്ത് ദൈവം അതിനെ വീണ്ടും മനോഹരമായി പുനർനിർമ്മിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഇവിടെ ആദ്യം സൃഷ്ടിച്ചത് എന്താണ്? ഒരു വെളിച്ചത്തെയാണ്. അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന, ദൂരീകരിക്കുന്ന പ്രകാശം. ഈ വെളിച്ചം സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഉണ്ടാകുന്ന വെളിച്ചമാണെന്ന് പറയാനാവില്ല. കാരണം നമുക്കറിയാം, സൃഷ്ടിയുടെ 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും പ്രകാശഗോളങ്ങളായി ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചം പ്രകാശഗോളങ്ങളിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചമല്ല.
ആ വെളിച്ചം വാസ്തവത്തിൽ ദൈവികമായ തേജസ്സാണ്, ദൈവികമായ നന്മയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. ആ വെളിച്ചം യേശുക്രിസ്തുവാണ്. ആ വെളിച്ചമായ ആ നന്മയിലാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ മുഖാന്തരം ഉളവായി എന്ന് യോഹന്നാൻ ശ്ലീഹ പറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായതായ ആ നന്മയിൽ, ആ വെളിച്ചത്തിൽ സകല സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അവസാനം എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം നല്ലതാകാൻ കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ വലിയ നന്മയായ ദൈവികമായ ഒരു വലിയ തേജസ്സാണ്. ആ തേജസ് പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിലെ 3 ആളത്വങ്ങളുമുണ്ട്. ഇവിടെ സൃഷ്ടി ഉണ്ടാവുന്നത് വചനം കൊണ്ടാണ്, ശബ്ദം കൊണ്ടാണ്. ആ 3 ആളത്വം പിതാവായ ദൈവം പറയുന്നു ഉണ്ടാവട്ടെ. ആ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ സൗണ്ട് അഥവാ ശബ്ദം, ആ വചനം പുത്രൻ തമ്പുരാൻ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അതിന്റെ 1-ാം യോഹന്നാൻ 1:14 വന്നപ്പോൾ പറഞ്ഞു, ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ആ യേശു ക്രിസ്തുവാകുന്ന ആ വചനം അവിടെയുണ്ട്. 3, ആത്മാവ് ദൈവത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന, അങ്ങനെയാണ് ആദ്യ സൃഷ്ടി ഇവിടെ രൂപപ്പെടുന്നത്. അപ്പം ദൈവത്തിന്റെ 3 ആളത്വങ്ങളുടെയും സംയുക്തമായ ഒരു പ്രവർത്തനമായി ഈ ഭാഗത്തെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ 1-ാം അധ്യായത്തില് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, 2-ാം വാക്യത്തിലെ പോലെ സാത്താൻ മനുഷ്യവർഗത്തിലേക്ക് വന്ന് മനുഷ്യനെ ശൂന്യവും അന്ധകാരം നിറഞ്ഞതും രൂപരഹിതവുമാക്കി തീർത്തു. അതിനെ നമ്മുടെ കർത്താവ് വന്ന് കർത്താവാകുന്ന വെളിച്ചത്തോടെ നമ്മളെ സംയോജിപ്പിച്ച് വീണ്ടും നമ്മളെ പ്രകാശമാക്കി തീർത്തു. അന്ധകാരമയമായ ഭൂമിയിൽ ദൈവം പ്രകാശത്തെ ഉണ്ടാക്കി അതിൽ സൃഷ്ടികർമ്മം നടത്തിയതുപോലെ. അതാണ് 1 പത്രോസ് 2:9 നമ്മൾ നേരത്തെ വായിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവനെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ ഈ സൃഷ്ടി, പിതാവായ ദൈവത്തിന്റെ ഈ സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിന്റെ 1-ാം ഖണ്ഡിക. സർവശക്തിയുള്ള പിതാവായ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും. നമുക്കറിയാം, ഈ മറ്റുള്ള ഗോളങ്ങളൊക്കെ മനുഷ്യൻ ഇപ്പോഴും പലതും കണ്ടുപിടിച്ചു വരുന്നതേ ഉള്ളൂ. അതിനെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നാണ് മോശ ഈ ജനത്തെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം അത് തന്നെയാണ്. ഇനിയും അപ്പം ആ നശിച്ചുപോയ മനുഷ്യവർഗത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ആ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം. അതും ഒരു പുതിയ സൃഷ്ടിയാണല്ലോ. ഇനി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നുവെന്നാണ്. ആ ദൈവ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് സൃഷ്ടി ഉണ്ടാവുകയാണ്. ഇതുപോലെ ഞാനും നിങ്ങളും രൂപാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ വചന മുഖാന്തരമാണ്. ആ ദൈവത്തിന്റെ വചനം, ആ ക്രിസ്തുവാകുന്ന വചനം നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മളെ അന്ധകാരം ദൂരീകരിക്കപ്പെടുന്നതും പ്രകാശമുള്ളവരായി ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദിവസത്തെ നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നൊക്കെ പറഞ്ഞ് ആ സൃഷ്ടികർമ്മം ഇവിടെ ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേകത ഉള്ളത്, സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം എന്ന്.
സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം, അല്ല പ്രഭാതമായി സന്ധ്യയായി എന്നല്ല പറയുന്നത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് യഹൂദന്മാര് ദിവസം സന്ധ്യക്ക് ആരംഭിക്കുന്നു എന്നവർ പറയാനുള്ള കാരണം. ആദ്യം ഈ സൃഷ്ടികർമ്മത്തിൽ ആദ്യം ഉണ്ടാകുന്നത് സന്ധ്യയാണ്, പിന്നെ ആണ് പ്രഭാതം. അപ്പൊ സന്ധ്യയ്ക്ക് 6 മണി മുതൽ ഒരു ദിവസം ആരംഭിക്കുന്നു. നമുക്കറിയാതെ ആ യഹൂദ കലണ്ടർ വെച്ചാണല്ലോ നമ്മുടെ ഈ ആരാധനാക്രമങ്ങളൊക്കെ സഭ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. രാത്രി 4 യാമങ്ങളായി 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളും പകൽ 6 മണി മുതൽ പിന്നീട് മണിക്കൂറുകളുമായി അവർ കണക്കാക്കുന്നു. സന്ധ്യയ്ക്ക് 6 മണി മുതൽ പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് 6 മണി വരെ ആണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അത് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയും അങ്ങനെ ഓരോ ദിവസവും നമ്മളിവിടെ വായിക്കുന്നു. അങ്ങനെ ഒന്നാം ദിവസം, രണ്ടാം ദിവസം. ഇവിടെ നമ്മൾ ഈ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പറയുന്ന 24 മണിക്കൂർ കൂടിയ ഒരു ദിവസമാകണമെന്നില്ല. കാരണം അത് സൂര്യനും ചന്ദ്രനും വന്നപ്പോഴാണല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്. അത് ചിലപ്പം അനേക നൂറ്റാണ്ടുകളാകാം. അത് അങ്ങനെ ആ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് 7 ദിവസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ 24 മണിക്കൂർ കൂടുന്ന ദിവസമാകണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഉണ്ടായിരുന്ന അന്നത്തെ ഉണ്ടായിരുന്ന പല പാരമ്പര്യങ്ങളും അന്നത്തെ പല കഥകളും ഒക്കെ എടുത്തുകൊണ്ട് യഹോവയും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഇതിന് വിശദീകരണം കൊടുക്കുവാൻ മോശ ഇവിടെ ശ്രമിക്കുകയാണ്. ഇനി അങ്ങനെ ഓരോ ദിവസത്തെയും ആ സൃഷ്ടികർമ്മം നടന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് 6-ാമത്തെ ദിവസമാണ്. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ കാണുന്നത്? ആദ്യം മൃഗങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് മനുഷ്യനെ അവസാനമായിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചവന് നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നത്. അപ്പം മൃഗങ്ങളെ സൃഷ്ടിച്ചുടനെ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം മൃഗവും മനുഷ്യനുമായുള്ള ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നുള്ളതാണ്. ദൈവികമായ അംശത്തെ മനുഷ്യനിലേക്ക് പകർന്നു എന്നുള്ളതാണ് മൃഗത്തിൽ നിന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യത്യാസം. ആ ദൈവം ഊതിയ ആത്മാവിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ മൃഗീയമായി ചിന്തിക്കുകയും മൃഗീയമായി നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മിൽ ഊതിയ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ ഒരിക്കലും മൃഗീയമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കത്തില്ല. ആ ദൈവികമായ ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത, മനുഷ്യനെ സൃഷ്ടിക്കുന്ന സൃഷ്ടിയുടെ അവസാനം 6-ാം ദിവസത്തിൽ അവസാനം. 7-ാം ദിവസം ദൈവം സൃഷ്ടിയില്ല, ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയുടെ 6-ാം ദിവസമാണ്, അന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 7-ാം ദിവസം ദൈവം സ്വസ്ഥയോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 6-ാം ദിവസത്തിന്റെ അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തിന് 7-ാം ദിവസം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ ദിവസമാണ്. ആ 7-ാം ദിവസം എന്താ? അവന് സൃഷ്ടിക്കപ്പെട്ട ഒരു ദിവസം മുഴുവൻ, പിറ്റേ ദിവസം ഉടനെ തന്നെ പിന്നെ എന്താണ്? ദൈവം സ്വസ്ഥമായിരിക്കുന്നു, വിശ്രമത്തിലേക്കുള്ള പ്രവേശനമാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമർപ്പിക്കുക എന്നാണ്. ഈ 7-ാം ദിവസത്തെയാണ് പിന്നീട് ഇസ്രായേൽ ജനത്തിന് ശാബതായി ദൈവം പിന്നീട് നിശ്ചയിച്ചു കൊടുത്തത്. 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം, 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം. അന്ന് ദൈവാലയത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം കയ്യും കെട്ടി അവിടെ ഇരുന്ന് ഉറങ്ങിയെന്നൊന്നും അർത്ഥമല്ല. ഈ 6 ദിവസത്തെ പ്രവർത്തനത്തിന് ദൈവം ചൈതന്യം പകർന്ന ദിവസമായി ആ ദിവസത്തെ നമുക്ക് കാണാം. ഇത് തന്നെയാണ് ഞായറാഴ്ച ദിവസവും ഈ സാബത്തിൽ നടക്കുന്നത്. 6 ദിവസത്തെ ഞായറാഴ്ച സമയം കഴിഞ്ഞ 6 ദിവസത്തെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ സമർപ്പിക്കുന്നു. അടുത്ത 6 ദിവസം പ്രവർത്തിക്കാനുള്ള ചൈതന്യം ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. അതാണ് ഓരോ ഞായറാഴ്ചയും സംഭവിക്കുന്നത്, സംഭവിക്കേണ്ടത്. ഹലോ, അച്ഛൻ സംസാരിക്കുന്നു കേൾക്കുന്നില്ല മോനെ. എന്നെ കാണാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാവോ?
കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അത് ആരാണ്ട് എക്സ്ട്രാ വന്നത്. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. അപ്പം 6 ദിവസം കൊണ്ട് ആ സൃഷ്ടികർമ്മം ദൈവം നടത്തി അതിന്റെ അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പിന്നെ ദൈവം ആ സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ദൈവം ആ 6 ദിവസത്തെ പ്രവർത്തനത്തെ ദൈവം ശക്തീകരിച്ചതായ ദിവസമാണ് 7-ാം ദിവസം. അപ്പൊ നമ്മളും ആ ദൈവത്തിൽ സമർപ്പിച്ച് ആ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടാണ് ഓരോ ദിവസത്തെ പ്രവർത്തനം നടക്കുക. ഓരോ ഞായറാഴ്ചയും ഇതാണ് ദേവാലയത്തിൽ നടക്കുന്നത്. നമുക്കത് നമ്മിലെ അത് നടക്കേണ്ടതാണ്. 6 ദിവസത്തെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അടുത്ത 6 ദിവസം പ്രവർത്തിക്കാനുള്ള ചൈതന്യം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ടതായ ദിവസമാണത്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം തന്നെ നമ്മൾ വായിക്കുന്നു. അവൻ എങ്ങനെ സൃഷ്ടിച്ച വായിക്കുന്നു. 27-ാം വാക്യത്തിൽ വായിക്കുന്നു. അതിൽ 26-ാം വാക്യം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അവിടെയും പരിശുദ്ധ ത്രിത്വത്തെ കാണാൻ പറ്റും. ഞാനല്ല, നാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവിടെ 3 ആളത്വങ്ങളുടെയും സംയുക്തമായ ആലോചനയുടെ പരിസമാപ്തിയിലാണ് മനുഷ്യ സൃഷ്ടി ഇവിടെ നടക്കുന്നത്. 3 ആളത്വങ്ങളും കൂടെ ചേർന്ന് നാം നമ്മുടെ സ്വരൂപം നമ്മുടെ സാദൃശ്യം. ഈ സ്വരൂപം സാദൃശ്യം എന്നതിന് എന്താണ് അർത്ഥം? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് രൂപം എന്നുള്ളതാണ്. വെറും രൂപമല്ല അത്. ഒരു പിതാക്കന്മാർ 2 അർത്ഥം കൊടുക്കുന്നുണ്ട്. അതായത് 1, man is the part of God, 2, free will എന്നുള്ളതാണ്. അതായത് ദൈവത്തിനൊരു രൂപം നമുക്ക് കൽപ്പിക്കാനാവില്ല. രൂപമുണ്ടെങ്കിൽ പരിമിതി ഉണ്ടെന്നാണ്. എന്നാൽ ദൈവം സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാണെന്നാണ്. സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ആ ദൈവത്തെ ഒരു രൂപത്തിൽ നമുക്ക് ഒതുക്കാനാവില്ല. എന്നാൽ ആ ദൈവം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ രൂപം സ്വീകരിച്ചതാണ്, മനുഷ്യ ശരീരം സ്വീകരിച്ചതാണ് യേശു ക്രിസ്തു. അപ്പൊ ഇവിടെ ഈ രൂപം എന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു വ്യാഖ്യാനം ഇതിനുണ്ട്. ഭാവിയിൽ യേശു ക്രിസ്തു സ്വീകരിക്കാൻ പോകുന്ന ആ മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിൽ ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുണ്ട്. എന്നാൽ ഈ സ്വരൂപം സാദൃശ്യം എന്നതിന് മറ്റ് 2 അർത്ഥം പിതാക്കന്മാർ കൊടുക്കുന്നുണ്ട്. ഒന്ന്, മേൻ ഈസ് ദ പാർട്ട് ഓഫ് ഗോഡ്. അതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ ഭാഗമാണ്. അതാണ് ദൈവം മനുഷ്യനിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളും നമുക്കറിയാം 1-ാമത്തെ ദിവസം പോലെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഉണ്ടായി വരികയാണ്. ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ, സമുദ്രം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ പക്ഷികൾ ഉണ്ടാവട്ടെ, മൃഗങ്ങൾ ഉണ്ടാവട്ടെ, സൂര്യൻ ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു എല്ലാം ഉണ്ടായി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ. അതിനെല്ലാം ആ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീവൻ വന്നു എന്ന് പറഞ്ഞാൽ ആ ജീവനല്ല മനുഷ്യനിലുള്ളത്. മനുഷ്യനിൽ ദൈവികമായ അംശം വസിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ്. അപ്പം ദൈവികമായ അംശത്തെ ദൈവം മനുഷ്യനിലേക്ക്, അതുകൊണ്ട് മനുഷ്യന് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ പൗരസ്ത്യപിതാക്കന്മാർ പറയുന്നുണ്ട്. 1, ശാരീരികമായ തലമുണ്ട്. 2, ബൗദ്ധികമായ ഒരു തലമുണ്ട്. 3, ആത്മീയമായ ഒരു തലമുണ്ട്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, ഓർ ഫിസിക്കൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. മറ്റെല്ലാ സൃഷ്ടികൾക്കും പ്രധാനമായിട്ടുള്ളത് ശാരീരികമായ ഒരു തലമാണ്. അതുകൊണ്ട് നമുക്ക് അവയെ കാണാൻ പറ്റും. അവയ്ക്ക് ബൗദ്ധികമായ ബുദ്ധിപരമായ ഒരു തലമുണ്ട്. അതുകൊണ്ട് അത് വിശക്കുമ്പോൾ തന്നെ അത് പോയി ഭക്ഷണം കണ്ടെത്തി ഭക്ഷിക്കും. ഇണയെ പ്രാപിക്കേണ്ടപ്പോൾ ഇണയെ കണ്ടെത്തി ആ പ്രൊക്രിയേഷൻ, ജീവോൽപാദനം അവ നടത്തും. അതിനുള്ള ബുദ്ധി അവയ്ക്കുണ്ട്. എന്നാൽ 3-ാമത് പറയുന്ന ആത്മാവെന്ന് പറയുന്ന ഘടകം ജീവജാലങ്ങളിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൊതുകിനെ പോലും കൊല്ലാൻ ഒക്കത്തില്ലായിരുന്നു. അത് മർഡർ കേസ്, കൊലപാതകമായി മാറിയത്. മനുഷ്യന് മാത്രമേ ഇത് 3ഉം ഉള്ളൂ. ആ 3-ാമത്തെ ഘടകം ദൈവത്തിന്റെ അംശമായതുകൊണ്ട് അത് ആത്യന്തികമായി അതിന് നശിക്കാൻ പറ്റില്ലെന്നും അത് ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും മനുഷ്യൻ വിശ്വസിക്കും. അതാണ് സഭാപ്രസംഗി 12:7 ജ്ഞാനിയായ സലോമോൻ പറഞ്ഞു, മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ
ജഡം അതെടുത്ത പൊടിയിലേക്കും ആത്മാവ് അതിനെ നൽകിയവെങ്കിലേക്കും മടങ്ങിപ്പോകും, അതില്ലാതെ പോവില്ല. മനസ്സിലായോ? അത് ജഡം അതെടുത്ത പൊടിയിൽ. അതുകൊണ്ട് 42-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രത്യാശയോടെ പാടുന്നില്ലേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന്. മാൻ നീർത്തോട്, അപ്പം ദൈവത്തിന്റെ അംശമാണ് മനുഷ്യന്റെ ആത്മാവ്. ഇതെല്ലാം മനുഷ്യരിലും അത് സ്ഥിതി ചെയ്യുന്നു. എല്ലാ മനുഷ്യരിലും അതുണ്ട്, ദൈവിക അംശമായ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നിന്ദിക്കരുതെന്നും പോഷ എന്ന് പോലും വിളിക്കരുതെന്ന് നമ്മുടെ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. നീ അഗ്നിനരകത്തിന് യോഗ്യനാ. കാരണം സൃഷ്ടിയെ അപഹസിക്കുന്നവൻ ആരെ അപഹസിക്കുന്ന? സൃഷ്ടിതാവിനെയാണ്. അപ്പം ഒന്നതാണ്, മനുഷ്യൻ ദൈവത്തിന്റെ ഭാഗമാണ്. 2, സ്വരൂപം സാദൃശ്യം എന്നതിന് കൊടുക്കുന്ന മീനിങ് ഫ്രീ വിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനും അവിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഉൾക്കൊള്ളാനും പുറന്തള്ളാനുമുള്ള സ്വാതന്ത്ര്യം. നന്മ മാത്രമേ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളെങ്കിൽ ഇത് പൂർണ്ണ സ്വാതന്ത്ര്യമല്ല. വിശ്വസിക്കാൻ മാത്രമേ സ്വാതന്ത്ര്യമുള്ളെങ്കിൽ ഇത് പൂർണ്ണ സ്വാതന്ത്ര്യമല്ല. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവികമാണ്. ആ സ്വാതന്ത്ര്യം ദൈവം നൽകിയ ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം, നമുക്ക് ദൈവത്തെ പുറന്തള്ളാം. അത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക്. അതാണ് വെളിപാട് 3:20 നമ്മൾ വായിച്ചിട്ടില്ല, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ദൈവം ബലം പ്രയോഗിച്ച് അത് തുറക്കുന്നില്ല. അത് തുറക്കാനുള്ള അവകാശം എൻ്റെതാണ്. അതാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ ദൈവികമായ ഈ സ്വാതന്ത്ര്യത്തോടും ദൈവികമായ അംശത്തോടും മനുഷ്യൻ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആശയം വളരെ ശക്തമായി നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരാകും. എന്നിട്ട് അങ്ങനെ നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ. സന്താന സമൃദ്ധി ഉള്ളവരായി വർദ്ധിച്ചു പെരുകണമെങ്കിൽ ദൈവം കൊടുത്ത ലൈംഗികമായ കഴിവിനെ മനുഷ്യൻ വിനിമയം ചെയ്യണം. അത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ അല്ലെങ്കിൽ പങ്കുവഹിക്കുവാനുള്ള വലിയ കഴിവാണ്. അതാണ് ദാമ്പത്യത്തിലേക്കുള്ള വിളി. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ദൈവം തരുന്ന ജീവിത പങ്കാളിയുമായി മാത്രം അത് പങ്കുവെക്കാൻ അനുഭവത്തിന് പുറത്തുള്ളതൊക്കെ പാപമാകുന്നത് കൊണ്ടാണ്. ദൈവം തന്ന ദാനമായതുകൊണ്ടാണ്. ദൈവം തന്ന ദാനത്തെ ദൈവികമായി അതിനെ വിനിയോഗിക്കാൻ നമുക്ക് പറ്റണം. അത് അങ്ങനെയാണ് ദൈവം അവിടെ പറയുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് അറിയാം, പിന്നെ ചില സന്യാസ സമൂഹങ്ങളൊക്കെ ഉടലെടുത്ത കാലഘട്ടങ്ങളിൽ ലൈംഗികത പാപമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളവരുണ്ട്. അതൊന്നും സഭ ഉൾക്കൊള്ളുന്നില്ല. സഭ എപ്പോഴും ഇതിനെ ദൈവത്തിന്റെ വലിയ ദാനമായി, ദൈവത്തിന്റെ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടികർമ്മം പിന്നെ ഭൂമി തുടരാനുള്ള അവകാശം ദൈവം മനുഷ്യനെ തന്നെ ഭരമേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ദാമ്പത്യ ധർമ്മം അഥവാ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധം വിശുദ്ധിയിൽ നടക്കണമെന്ന് പറയുന്നതിന് അർത്ഥം അതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ് വിവാഹമേവർക്കും മാന്യം, കിടക്ക എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണമൊക്കെ അതാണ്. ഓട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പം വിവാഹ ജീവിതം എന്നുള്ളത് ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. പിന്നീട് അതിൻ്റെ അത് മുന്നോട്ട് വരുമ്പോൾ 29-30 വാക്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, മനുഷ്യനോട് പറഞ്ഞു, ഭൂമിയിലെ വിത്തുള്ള എല്ലാ സസ്യങ്ങളും വിത്തുള്ള എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ആഹാരമായി ഞാൻ നൽകുന്നു എന്നാണല്ലോ പറയുന്നത്. 29-ാം വാക്യം. ഈ ഭൂമിയിലെ വിത്തുണ്ടാകുന്ന സകല സസ്യങ്ങളും വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കും. എല്ലാ വന്യമൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഉദരത്ത് ചരിക്കുന്ന എല്ലാ ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ സംഭവിച്ചെന്ന.
ദൈവം സൃഷ്ടിച്ച മനുഷ്യനും ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കും ദൈവം ഭക്ഷിക്കാൻ കൊടുത്തത് വൃക്ഷഫലങ്ങളും വിത്തുള്ള സസ്യങ്ങളും പച്ച സസ്യങ്ങളും എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ ആണ്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അവിടെ മാംസമോ മത്സ്യമോ ഒന്നും ഭക്ഷിക്കാനുള്ള ഒരു അവകാശം കാണുന്നില്ല. അതിന് കാരണം ആവാം. നമുക്ക് മാംസം ഭക്ഷിക്കണമെങ്കിൽ ഒന്നിനെ ഹിംസിക്കണം, ഒന്നിനെ വേദനപ്പെടുത്തണം, അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴ്ത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് മാംസം ഭക്ഷിക്കാനാവുകയുള്ളൂ. ഏതെന്ന പർദീസായിൽ ദൈവസന്നിധിയിൽ അത് സാധ്യമല്ല. കാരണം അവിടെ മനുഷ്യനും ദൈവവും ജീവജാലങ്ങളും എല്ലാം വലിയ സന്തോഷത്തിൽ, വലിയ ഐക്യതയിൽ കഴിയുന്ന അനുഭവമാണ്. നമുക്ക് 2 അധ്യായം വരുമ്പോൾ നമ്മൾ വായിക്കും, സകല ജീവജാലങ്ങളും പേരിട്ട് കിട്ടാൻ മനുഷ്യന്റെ മുമ്പിൽ വന്നു നിന്ന് ഒന്നിനും മനുഷ്യനെ പേടിയില്ല, മനുഷ്യന് അവയെ പേടിയില്ല, മനുഷ്യൻ ഇട്ടതൊക്കെ അവയ്ക്ക് പേരായെന്നാണ്. ഇതാണ് നമ്മളെ നോമ്പിന്റെ ദിവസങ്ങളിലും നമ്മൾ മത്സ്യമാംസാദികൾ വെടിയുന്നതിന്റെ ഒരു കാരണമായി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ നോമ്പിലെ പ്രാർത്ഥന, നോമ്പ് നോക്കുന്നവൻ സദാസമയം സ്വർഗത്തിലാകുന്നു. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പം മാത്രമല്ല, മനുഷ്യ ശരീരം നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരം വെജിറ്റേറിയന്റെ വേണ്ടിയിട്ടുള്ള രൂപഘടനയാണ് മനുഷ്യനുള്ളത്. അതാണ് വീതിയുള്ള പല്ലുകൾ, ചവച്ചരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് നമുക്കറിയാം കൂർത്ത പല്ലുകളാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, മനുഷ്യന്റെ അല്ലെങ്കിൽ സസ്യഭുക്കായ മനുഷ്യൻ ഉൾപ്പെടെയുള്ള മനുഷ്യന്റെയും മറ്റു മൃഗങ്ങളുടെയും അതിന്റെ കുടലിന് വളരെ നീളം കൂടുതലാണ്. കാരണം ഏറെ സമയം ഇത് ഉള്ളിൽ കിടന്നിട്ട് അതിന്റെ പോഷകാംശങ്ങളൊക്കെ ശരീരം സ്വാംശീകരിക്കണമെങ്കിൽ ഏറെ സമയം ആവശ്യമാണ്. അതിനുള്ള ക്രമീകരണം മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളുടെ കുടലിന് നീളക്കുറവാണ്. മനുഷ്യ ശരീരത്തിന്റെ നമ്മുടെ കൊള്ളതിന്റെ 1/3 ഉള്ളൂ. കാരണം അത് വളരെ വേഗം മാംസം ഭക്ഷിച്ചാൽ ഇത് വിസർജിക്കപ്പെടണം, ഇല്ലേ അത് ലോകത്തിലേക്ക് മനുഷ്യനെ നയിക്കാം, അല്ല അവയെ നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനു മുമ്പും നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പ്രോട്ടീനൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നെങ്കിൽ ഈ പച്ചക്കറികളിൽ തന്നെ ഒരുപാട് പ്രോട്ടീനുള്ള നമുക്കുണ്ട്. എന്തായാലും ഏതൻ എന്ന പർദീസായി ഇതാ നമ്മൾ കാണുന്നത് മനുഷ്യന് കൊടുത്ത അതങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറഞ്ഞ കാരണം അവനോട് പറഞ്ഞ എല്ലാത്തിനും മേലെ നീ വാഴുക. വാഴുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല, സംരക്ഷിക്കുക എന്നർത്ഥം. രാജാവ് ജനങ്ങളുടെ മേൽ വാഴുന്നു. ആ വാഴ്ച ജനത്തെ കൊല്ലാനല്ല, ജനത്തെ സംരക്ഷിക്കാനാണ്. അപ്പൊ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ദൈവം ഇവിടെ ആദ്യ മനുഷ്യന് നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ അവസാന വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ആദ്യമേ പറയേണ്ടതായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 4 വരെ ഒന്നാമത്തെ സൃഷ്ടികഥയാണ്. അതിനുശേഷം മറ്റൊരു സൃഷ്ടികഥ പറയുന്നുണ്ട്. അത് 1-ാമത്തെ സൃഷ്ടികഥയുടെ വിശദീകരണമാണ് ഇനി 5 മുതലുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകും. 1-ാമത്തെ സൃഷ്ടികഥ ഇവിടെ അവസാനിക്കുന്നു. അതിന് അവസാനം പറഞ്ഞ ദൈവം അങ്ങനെ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. എന്തെന്നാൽ അന്ന് തൻ്റെ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിയിൽ നിന്ന് ദൈവം വിശ്രമിച്ചു. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും സൃഷ്ടിച്ച് 7-ാം ദിവസം അതിനെയൊക്കെ ശുദ്ധീകരിച്ച് ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അത് നിവർത്തിതനായി. ഇനിയും മറ്റൊരു സൃഷ്ടികഥയാണ് ഇതിനെ 2-ാമത്തെ സൃഷ്ടികഥ. ആദ്യത്തെ സൃഷ്ടികഥ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് അവിടെ വ്യക്തമല്ല. ഇനി എങ്ങനെ പുരുഷനെ സൃഷ്ടിച്ചു, സ്ത്രീയെ എങ്ങനെ സൃഷ്ടിച്ചു, ഇനി മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ അവനെ കൊണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിന്റെ ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു. നമുക്കറിയാം ഇത് ഏറെ സമയം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു 10-40 ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആകുന്നു നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ അത് പറയുമ്പോൾ തന്നെ. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നമുക്കൊരു നമുക്ക് ഒരു അടിത്തറ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ള ചില അധ്യായങ്ങൾ കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരുമെന്നുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് നിങ്ങൾക്ക് അത്രയും സമയം കേൾക്കാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ പിന്നെ അത് 2 പ്രാവശ്യമായിട്ടൊക്കെ കേൾക്കാൻ നിങ്ങൾ ഇത് ശ്രമിക്കാൻ മുന്നോട്ട് പോകുമ്പോഴൊക്കെ പിന്നെ നമുക്ക് ഇത്രയും സമയം നമുക്ക് ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഏതൊരു 10-15 മിനിറ്റ് കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു പോകാൻ പറ്റും. എന്നാൽ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ നമ്മൾക്കിങ്ങനെ കൂടുതൽ സമയം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്ത ഈ ക്ലാസ് ഇത് നാളെ ഇത് നേരത്തെ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ആ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ നമുക്ക് ലഭ്യമാകും. നിങ്ങളത് വായിക്കുക, അത് പ്രാർത്ഥിക്കുക. അപ്പം ആ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം ആ സൃഷ്ടികർമ്മത്തെ ആ വലിയ ഒരു ത്രിത്വത്തിൻ്റെ ആ പങ്കാളിത്തത്തോടു കൂടി ദൈവം അവിടെ നിർവഹിക്കുന്നു. ആയതുപോലെ നമുക്കും ആ ഐക്യതയിൽ ആ ദൈവാനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്.